എൻ്റെ ബദരീങ്ങളെന്ന് വിളിച്ചിരുന്ന കുറേ വല്യപ്പന്മാരും വല്യമ്മമാരൊക്കെ ഉണ്ട് അല്ലേ? മരിക്കാൻ നേരത്ത് അവരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞങ്ങ് മരിച്ചുപോയി. എന്നാൽ ഇതൊക്കെ ശിർക്കാണെന്ന് പറയുന്ന ഒരുപാട് ആളുകളൊക്കെ മരിക്കുന്നുണ്ട്. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ ഭാഗ്യം കിട്ടുന്നില്ലല്ലോ. അപ്പൊ എന്താ എൻ്റെ ബദരീങ്ങളെ എന്നൊക്കെ വിളിക്കാവോ? എൻ്റെ വാപ്പാന്ന് വിളിക്കാവോ? പറ്റുമോ? എൻ്റെ വാപ്പാ ഒരു പ്രയാസം വരുമ്പോ എൻ്റെ ഉമ്മച്ചി ശിർക്കാവോ? നിങ്ങൾ പറയണില്ലല്ലോ. ശിർക്കാവോ? പിന്നെ എൻ്റെ ബദരീങ്ങളെ എന്ന് വിളിക്കുമ്പോൾ ശിർക്കാനുള്ള കാരണം എന്താ? അങ്ങനെ ഉണ്ടോ ഒരു ശിർക്ക്? മരിച്ചുപോയ ശിർക്കാവോ? ഇപ്പൊ എൻ്റെ മരിച്ചുപോയ ഉമ്മാനെ ഞാൻ ഇങ്ങനെ വീഴാൻ പോകുമ്പോ എൻ്റെ ഉമ്മോ ശിർക്കായോ? ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയോ? എന്തേത് ഇപ്പൊ അതെന്താ മരിച്ചുപോയില്ല? ഇപ്പോ നമ്മൾ ശരിക്കും തൗഹീദ് പഠിക്കണം കേട്ടോ. നമ്മുടെ ഖൽബിൽ തൗഹീദ് വേണം, യഥാർത്ഥ തൗഹീദ് വേണം. ശരിക്കും ഞാൻ ഒരു 10 മിനിറ്റ് ഒരു കാര്യം പറഞ്ഞ നിങ്ങൾ ഖൽബ് കൊണ്ട് കേൾക്കോ? നിങ്ങൾ പറയണില്ല, കേൾക്കോ? അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഫലം തഖ്തുലൂഹും വലാകിന്നല്ലാഹ ഖതലഹും. ബദരീങ്ങളെ കുറിച്ച് പറയാണ്. ബദരീങ്ങൾ ആരെയും കൊന്നിട്ടില്ല. ബദരീങ്ങൾ കൊന്നത് ഞാനാണ്. ആരാ പറയണേ? കൊന്നതാരാണ്? ഖുർആനിൽ അല്ലാഹു പറയുന്നു ബദറിൽ കൊന്നത് ഞാനാണ്. ചരിത്രം പറയുന്നത് എന്താ? കൊന്നതാരാ? ബദരീങ്ങളാ. എന്താ മനസ്സിലായത്? ഇനി വേറൊരു സംഗതിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചരിത്രത്തിൽ 2 തവണ മണലിങ്ങനെ വാരി എറിഞ്ഞിട്ടുണ്ട് അല്ലേ? എനിക്കറിയാൻ പാടില്ലേ അല്ലേ? മണൽ വാരി എറിഞ്ഞിട്ടില്ലേ? ഒരു സന്ദർഭം എപ്പോഴാണ്? ഹിജ്റക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് പുറത്തിങ്ങനെ ശത്രുക്കൾ മുത്തുനബിയെ കൊല്ലാൻ കാത്തു നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു പിടി മണ്ണ് വാരിയിട്ട് അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ എറിയുമ്പോൾ എന്ത് സംഭവിച്ചു? ശത്രുക്കളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. റസൂലുള്ളാഹി അതിലൂടെ സുഖമായിട്ട് നടന്നുപോയി. ഇതിനെക്കുറിച്ച് അല്ലാഹു പറയുന്നത് വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. എന്താ പറയണേ? വമാ റമൈത ഇദ് റമൈത. നബിയെ അങ്ങ് എറിഞ്ഞപ്പോൾ അങ്ങ് എറിഞ്ഞിട്ടില്ല. ഇങ്ങനെ സംഗതി ചിന്തിച്ച് ഞാൻ പിടികിട്ടാത്തൊരു മേഖലയാണ്. വമാ റമൈത ഇദ് റമൈത. അങ്ങ് എറിഞ്ഞപ്പോൾ അങ്ങ് എറിഞ്ഞിട്ടില്ല. വലാകിന്നല്ലാഹ റമാ. അള്ളയാണ് എറിഞ്ഞത്. ഇതിന്റെ ആഴങ്ങളിലേക്ക് വേറെ ആശയങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് ഒന്നും നമ്മൾ പോകണ്ട. ഇവിടെ എന്താ ഈ സംഗതി എങ്കിലും നമുക്ക് പിടിയിട്ടണ്ടേ. വമാ റമൈത ഇദ് റമൈത. അങ്ങ് എറിഞ്ഞപ്പോൾ അങ്ങ് എറിഞ്ഞിട്ടില്ല. വലാകിന്നല്ലാഹ റമാ. എറിഞ്ഞത് ആരാണ്? എന്താ ഈ പറയണത്? എന്താ സംഗതി? എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിലും ബദരീങ്ങളാണെങ്കിലും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആണെങ്കിലും ഇവർക്കൊക്കെ സ്വന്തമായിട്ട് വല്ല കഴിവുണ്ടോ? ഉണ്ടോ? നിങ്ങൾ പറയുണ്ടോ? നമുക്കുണ്ടോ സ്വന്തമായിട്ട് കഴിവ്? ഈ മഹത്തുക്കളിലൂടെയൊക്കെ പ്രവർത്തിക്കുന്നത് ആരാണ്? അവർക്കിടയിൽ ഭൗതികം അഭൗതികം എന്നുള്ളൊരു വേർതിരിവ് അള്ളാഹ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ആ വാക്യങ്ങൾ നോക്ക്. വമാ റമൈത ഇദ് റമൈത. അങ്ങ് എറിഞ്ഞപ്പോൾ അങ്ങ് എറിഞ്ഞിട്ടില്ല. മുത്തുനബിയുടെ ആ എറിയൽ പോലും ആരേറ്റെടുക്കാണ്? എന്റെ നബിയെ എന്ന് വിളിച്ചാൽ എന്നെ സഹായിക്കാൻ സ്വന്തമായിട്ട് റസൂലുള്ളാഹിക്ക് കഴിവുണ്ടോ? ആ നബിയിലൂടെ ആരാണ് എന്നെ സഹായിക്കുന്നത്? അള്ളാഹ് കൊടുത്ത കഴിവ്. അല്ലെങ്കിൽ ആ മുത്തുനബിയിലൂടെ യഥാർത്ഥത്തിൽ എന്നെ സഹായിക്കുന്നത് ആരാണ്? അപ്പൊ മുത്തുനബിക്കോ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോ ബദരീങ്ങൾക്കോ സ്വന്തമായിട്ട് വല്ല കഴിവുണ്ടോ? അപ്പൊ അവരിലൂടെ വെളിവാകുന്നത് ആരുടെ കുദ്റത്താണ്? അത് ഈ മുഅ്ജിസത്ത് കറാമത്തൊക്കെ നമ്മൾ മനസ്സിലാക്കി തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതൊക്കെ കുറെ അനാവശ്യ ചർച്ചകൾക്ക് വിധേയപ്പെടുത്തുന്ന സംഗതിയാണ്. മുഅ്ജിസത്താകട്ടെ കറാമത്താകട്ടെ ഇതൊക്കെ ഖുദ്റത്തുൻ ഇലാഹിയ. അള്ളാന്റെ സാധാരണ രീതിയിലുള്ള ഖുദ്റത്തിനെ അസാധാരണ രീതിയിലേക്ക് മാറ്റുന്ന സംഭവമാണ് മുഅ്ജിസത്ത് കറാമത്ത് എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ നമ്മൾ മണ്ണൊക്കെ വാരി എറിഞ്ഞിട്ടില്ലേ ചെറുപ്പത്തിലെ? ഇല്ലേ? എന്നിട്ട് ആരെങ്കിലും ഒക്കെ കണ്ണിന്റെ കാഴ്ച പോയോ? എന്തേ പോവാഞ്ഞ്? നിങ്ങൾ പറയണില്ല എന്തേ പോവാഞ്ഞ്? ഇപ്പൊ കറാമത്തുമില്ല, നമുക്കുള്ള വെറുപ്പാണ്. അത് പറയണ്ട. എന്ത് കറാമത്താന്നത് പറയണ്ട. കണ്ണിൽ പൊടി പോകുന്നല്ലാണ്ട് കണ്ണിന്റെ കാഴ്ച പോവൂ? അവിടെ ഒരു മൂടലുണ്ടാവോ? അവർക്ക് കാണാൻ പറ്റാതാവോ നമ്മളെ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ തീയുടെ സ്വഭാവം എന്താണ്? ഖുദ്റത്തുൻ ഇലാഹിയായ അതിന്റെ സാധാരണ സ്വഭാവം എന്താണ്? കരിക്കല.
പക്ഷെ അതിന് അസാധാരണ രീതിയിലേക്ക് ആര് മാറ്റി? അള്ളാഹ് മാറ്റി. നമ്മൾ പറയുമ്പോ എന്താ പറയാ? ഇബ്രാഹിം നബിയെ തീകരിച്ചില്ല. അത് ഇബ്രാഹിം നബിയുടെ മുജ്സത്താണ്. അത് ഇബ്രാഹിം നബി പറഞ്ഞിട്ട് തീകരിക്കാഞ്ഞതാണോ? ഇബ്രാഹിം നബിയിലൂടെ പ്രവർത്തിച്ചതാരാ? ഈ സംഗതി ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതും മനസ്സിലാക്കി ഇവിടെ ശിർക്കും തൗഹീദും ക്ലിയർ അല്ലേ? നമുക്കിത് മനസ്സിലാകാത്തത് കൊണ്ടല്ലേ. ഇബ്രാഹിം നബിയെ രക്ഷിച്ചതും ഇബ്രാഹിം നബിയുടെ തീകുണ്ടാരത്തെ തണുപ്പാക്കി മാറ്റിയതും അല്ലാഹു റബ്ബുൽ ആലമീൻ. വേണ്ട, കഅബ തവാഫ് ചെയ്തിട്ടുള്ള ആരെങ്കിലും കൊണ്ടു എത്ര പേരുണ്ടാവും? എത്ര പേരുണ്ട്? ഒരുപാട് ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ്. കഅബയുടെ അടുത്തൊരു കല്ലുണ്ട് ഇല്ലേ? ഉണ്ടോ ഇല്ലേ? എന്താണ് ആ കല്ലിന്റെ പേര്? ഹജറുൽ അസ്വദ്. അസ്വദിന് ഒരർത്ഥം എന്താണ്? നേതാവ് എന്നുള്ളൊരർത്ഥമുണ്ട്. കല്ലുകളുടെ ഒക്കെ നേതാവാണെന്ന്. മറ്റൊരർത്ഥം അങ്ങേറ്റം കറുത്തതാണെന്ന്. ഈ കല്ലിന്റെ പ്രത്യേകത എന്താ? ഈ കല്ല് നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് നബിതങ്ങൾ ചെയ്തതെന്താ? അവിടുത്തെ കവിളിങ്ങനെ ആ കല്ലിലേക്ക് ചേർത്ത് വെച്ചിട്ട് ചുംബിക്കാൻ, എന്നിട്ട് കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹ്. സാധാരണ കല്ലിനില്ലാത്ത എന്ത് പ്രത്യേകത കല്ലിനുള്ളത്? എന്ത് പ്രത്യേകത കല്ലിനുള്ളത്? ഹാഫിദ് ഇബ്നു അസാക്കിർ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി അൽ ഹജറുൽ അസ്വദ് യമീനുല്ലാഹി ഫിൽ അർള്. ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞാല് ഭൂമിയിലെ പടച്ചോന്റെ വലത്തെ കൈയാണ് എന്ന്. ആലങ്കാരികമായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഭൂമിയിലെ പടച്ചോന്റെ വലത്തെ കൈ. ആരെങ്കിലും ഹജറുൽ അസ്വദ് ചുംബിച്ചാൽ അള്ളാന്റെ കൈ ചുംബിക്കുന്നത് പോലെയാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. നമ്മൾ കല്ലിനെ ചുംബിക്കാറുണ്ടോ? ആ കല്ലിന്റെ മുമ്പിൽ ഇങ്ങനെ നിങ്ങൾ ഹജറുൽ അസ്വദ് കാണുമ്പോൾ ഹജറുൽ അസ്വദ് ഇങ്ങോട്ട് വന്നേ, ഞാൻ കുനിഞ്ഞു കഴിഞ്ഞാൽ ശിർക്കും, അതുകൊണ്ട് ഇങ്ങനെ എന്നിട്ട് ഇങ്ങോട്ട് വാട കല്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചാണ് നിങ്ങൾ ചുംബിക്കണത്. അല്ലപ്പോ മറ്റ് സൃഷ്ടിയുടെ മുമ്പിൽ കുമ്പിടാൻ പാടില്ല, അതൊരു ശിലയല്ലേ, അപ്പൊ കുമ്പിട്ടാൽ ശിർക്കാവൂലേ? ഈ കുമ്പിടലിലും കിടക്കലിലും എഴുന്നേക്കലിലും ഒക്കെയാണ് ശിർക്കുള്ളത്. ആണോ? വിശ്വാസം ക്ലിയർ ആവണ്ടേ? ഇപ്പൊ ഹജറുൽ അസ്വദ് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ പിടിച്ചു വലിച്ച് നമ്മുടെ മുഖത്തോട് അടുപ്പിക്കാൻ പറ്റുമോ? എന്ത് ചെയ്യണം? ഹജറുൽ അസ്വദ് ചുംബിക്കണമെങ്കിൽ കുമ്പിടണം. വേണോ വേണ്ടേ? അപ്പൊ ശിർക്കല്ലേ ആകണത്? അള്ളാന്റെ തൃപ്തിയാ കിട്ടണത് അല്ലേ? ആണോ അല്ലേ? ഇനി വേണ്ട, നമ്മൾ ഹജറുൽ അസ്വദ് കവിൾത്തടം ചേർത്ത് വെച്ച് ചുംബിക്കണം. പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? കൈ കൊണ്ട് തൊട്ടിട്ട്, എന്റെ കൈ എന്തിനു കൊള്ള? നമ്മുടെ സ്വയം ഈ കൈ എന്തിനു കൊള്ള? ഈ ഹറാമ് ചെയ്യണ ഈ കൈ എന്തിനു കൊള്ള? എന്നാൽ ആ ഹജറുൽ അസ്വദ് തൊട്ടപ്പോ എന്റെ കൈ എന്തായി? ബറക്കത്തുള്ള കൈയായി. ഉമ്മ കണ്ടോ? ഒരു കല്ലിന്റെ വർക്കത്തെ, ഒരു കല്ലിന്റെ വർക്കത്ത്. ഇനി അങ്ങനെ തൊടാൻ പറ്റിയില്ലെങ്കിലോ? കിതാബുകളിൽ കാണാം, ഒരു വടി കയ്യിൽ പിടിച്ചിട്ട് ആ വടി കൊണ്ട് തൊട്ടിട്ട് ആ വടി ചുംബിക്കണം. ഇന്നിപ്പോ അത് പറ്റൂല. ആ വടി, സാധാരണ വടി എന്തായി മാറി? ബറക്കത്തുള്ള വടി. ഇനി അതൊന്നും പറ്റണില്ലെങ്കിൽ എന്ത് ചെയ്യണം? ദൂരെ എന്നിട്ട് ആ കല്ലിന്റെ നേരെ ഇഷാറത്താക്കണം, ഇങ്ങനെ തൊടുന്നത് പോലെ കാണിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്, കൊടിയ ശിർക്ക്. ഇതാണോ അപ്പൊ ശിർക്ക്? ഇത് ശിർക്കാണോ തൗഹീദാണോ? നിങ്ങൾ പറയും, ശിർക്കാണോ തൗഹീദാണോ? എന്ത് ശിർക്കാത്ത്? ഒരു കല്ലല്ലേ അത്? അള്ളാന്റെ ബറക്കത്തുള്ളൊരു കല്ലായി. അങ്ങനെയാണെങ്കിൽ എന്ത് ബറക്കത്തുണ്ടെങ്കിലും ഒരു കല്ലല്ലേ? ഈ കല്ലാണോ ഹബീബ് റസൂലുള്ളാഹ് തങ്ങളാണോ വലുത്? നിങ്ങൾ പറയണില്ല. ഈ കല്ലാണോ തങ്ങളാണോ വലുത്? അവിടുന്ന് അഷ്റഫുൽ ഖൽഖല്ലേ? ആ റസൂലുള്ളാഹിന്റെ റൗദയിലേക്ക് ചെന്നിട്ട് ആ മുത്തുനബിയുടെ മുമ്പിൽ ഒന്ന് ചുംബിക്കുമ്പോൾ ശിർക്ക് ശിർക്ക് ശിർക്ക്. അങ്ങനെ ഒരു ശിർക്കുണ്ടോ? ഉണ്ടോ? അപ്പോഴും ലാ ഹൗല വലാ ഖുവത ലാ ഇലാഹ, ഇങ്ങനെ തന്നെ, അതിലൊരു മാറ്റമില്ല. അള്ളാന്റെ ഹബീബാൻ, അള്ളാന്റെ ഹബീബാൻ, അള്ളാന്റെ റസൂലാൻ, അഷ്റഫുൽ ഖൽഖാൻ, എന്റെ നേതാവാൻ. ആ സ്നേഹത്തോടെ എന്റെ മുത്തുനബിയെ ചുംബിക്കാതെ പോയാൽ എത്ര വലിയ മോശത്തരാണത്. സ്വഹാബത്ത് ചുംബിച്ചില്ലേ? മണ്ണ് വാരി തലയിലിട്ടില്ലേ? ആ കബറിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞില്ലേ? അപ്പൊ ശിർക്കും തൗഹീദും ഇതിലൊന്നുമല്ല, അത് തിരിയാതെ പോയതാണ്. അള്ളാഹുവാണ് എല്ലാം നൽകുക. അതാണ് നബിയെ അങ്ങെറിഞ്ഞിട്ടില്ല, അങ്ങെറിഞ്ഞപ്പോ അങ്ങെറിഞ്ഞിട്ടില്ല, എറിഞ്ഞത് ഞാനാണ്. നമ്മളെ സഹായിക്കുന്നത് മുത്തുനബിയോട് ചോദിച്ചാലും മുത്തുനബിയിലൂടെ നമ്മളെ സഹായിക്കുന്നത് ആരാണ്? ആരാണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ. ആ കല്ലിന്റെ വില പോലും മുത്തുനബിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടോ? നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പേരക്കുട്ടികൾ മമ്പൂറപ്പൂ മഖാമിലെ പോയിട്ടുണ്ടോ? മമ്പുറത്തുങ്ങള്? ആ മമ്പുറന്തങ്ങള് ആണോ വലുത്? ഹജറുൽ അസ്വദ് ആണോ വലുത്?
ഒരു ഏത് കല്ലാണെങ്കിലും അള്ളാഹുവിൻ്റെ ഉന്നത സൃഷ്ടികളായ ആ സൃഷ്ടികളിൽപ്പെട്ട അള്ളാഹുവിലേക്ക് മുഖറബുകളായ സ്വാലിഹീങ്ങൾ ഔലിയാക്കൾ ഉണ്ടല്ലോ, അവരെക്കാൾ താഴെയാണ്. മലക്കുകൾ വരും. കല്ലാണോ മമ്പുറന്തങ്ങളാണോ വലുത്? ആ കല്ലിനെ ചുംബിക്കാം. മമ്പുറന്തങ്ങളുടെ കബറിലേക്ക് ഒരു ചുംബനം കൊടുത്താൽ അത് ശിർക്കാകുന്നത് എങ്ങനെയാണ്? ഖുർആനില് മക്കത്തെ മുശ്രിക്കീങ്ങളെ ഉദ്ദേശിച്ചിറക്കിയ മുഴുവൻ ആയത്തുകളും ഈ പാവപ്പെട്ട യഥാർത്ഥ മുഅ്മിനീങ്ങളായ സുന്നികളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. പാവപ്പെട്ട പുത്തൻവാദികൾ നല്ലവരാണ്, അറിവില്ലാത്തവരാണ്, സാധുക്കളാണ്. അള്ളാഹു അവർക്കും ബുദ്ധി കൊടുക്കട്ടെ, ഹിദായത്തിന്റെ വഴി അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. ഉമ്മത്ത് മുസ്ലിമിനെ മുശ്രിക്കാക്കിയിട്ട് എന്ത് നിസ്കരിച്ചിട്ട് എന്ത് കാര്യം? എന്ത് അമല് ചെയ്തിട്ട് എന്ത് കാര്യം? ആ കൽബിൽ തഖ്വ കിട്ടുമോ? ഉമ്മത്തിനെ മുശ്രിക്കാക്കിയിട്ട് അള്ളാന്റെ മുമ്പിലേക്ക് കൈ ഉയർത്തിയാൽ തൗഹീദ് എന്താണെന്ന് ആസ്വദിക്കാൻ പറ്റുമോ? യഥാർത്ഥ തൗഹീദിന്റെ വാതിലൊക്കെ അവർക്ക് മുമ്പിൽ അടഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹ് ഖുർആനിൽ സൂറത്തുർ റഅദിൽ പറയുന്നുണ്ട്, മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫളൂനഹു മിൻ അംരില്ലാഹ്. അള്ളാഹ് മനുഷ്യന്മാർക്ക് സംരക്ഷകരായി കുറച്ച് ആളുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അള്ളാഹ് ആരെ ഏർപ്പാടാക്കി? അള്ളാഹ്ക്ക് പറ്റാത്തോണ്ടാണോ അത്? അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പല സംഗതികൾ അള്ളാഹ് അങ്ങ് വിട്ടുകൊടുക്കും. ഉടമാരാണ്, കൈകാര്യകർത്തൃത്വം അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കും. അത് അള്ളാഹിന്റെ ഇഷ്ടമാണ്. അങ്ങനെയല്ലേ? നമ്മളന്നൊരു ഉദാഹരണം പറഞ്ഞില്ലേ, നമുക്കൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ ഒരു ജോലിക്കാരൻ വന്നു. അവനിങ്ങനെ കൃത്യമായിട്ട് പണിയെടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ പലതും തുറന്നിട്ടിട്ടും അവൻ പൈസ ഒന്നും എടുക്കണില്ല. ഞാനിങ്ങനെയൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. താഴെ പൈസ ഇട്ട് നോക്കി, അതൊന്നും മോഷ്ടിക്കണില്ല, ആള് പക്കയാണ്. അങ്ങനെ ഒരുത്തിന് ഞാൻ എന്ത് ചെയ്യും? നീ ഒരു കാര്യം ചെയ്യും, ഹോട്ടലൊക്കെ നീ നോക്കിക്കോ, എനിക്ക് വേറെ പരിപാടിയുണ്ട്. ഞാൻ ഉടമസ്ഥാവകാശം വിട്ടുകൊടുത്താണോ? എനിക്ക് ഇവനെ വിശ്വാസമായപ്പോ എന്റെ പല സംഗതികളും ഞാൻ അവനങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. അവൻ എന്റെ മുദബ്ബിറായി. അവൻ എന്റെ ലോകത്തിന്റെ, എന്റെ ഹോട്ടലിന്റെ മുദബ്ബിറായി. ആര് മാറി? ആ ജോലിക്കാരൻ മാറി. ഇത്രയേ ഉള്ളൂ അതിൽ. ഇവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അങ്ങനെ അള്ളാഹ് കുറച്ച് ആളുകളെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. സൂറത്തുർ റഅദിൽ അള്ളാഹ് പറയാം, യഹ്ഫളൂനഹു മിൻ അംരില്ലാഹ്. യഹ്ഫളൂനഹു, ഇങ്ങനെ യഹ്ഫളൂനഹു, അവരെ ഇവർ സംരക്ഷിക്കും. അള്ളാഹ് സംരക്ഷിക്കും എന്നല്ല പടച്ചോൻ പറഞ്ഞത്, അവരെ ഇവർ സംരക്ഷിക്കും. എവർ, ആ എവർ എന്നുള്ള സംഗതി അള്ളയല്ലേ? ഏതായാലും ഇവർ എന്ന് പറഞ്ഞ അള്ളയാണോ? അല്ല, മലക്കുകളാണ് എന്ന് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, മലക്കുകൾ അള്ളയാണോ? അള്ളയല്ലാത്ത സൃഷ്ടികളല്ലേ? എന്നാൽ ഒരുപാട് മുഫസ്സിറുകൾ പറഞ്ഞു അത് അള്ളാഹുവിന്റെ റസൂലാകാം, സ്വാലിഹീങ്ങളായ അള്ളാഹുവിന്റെ പരിശുദ്ധാത്മാക്കളാകാം. അവർ ഇവരെ സംരക്ഷിക്കാനുണ്ടാകുമെന്ന് സൂറത്തുർ റഅദിലൂടെ അല്ലാഹു റബ്ബുൽ ആലമീൻ പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ അവർ സംരക്ഷിക്കുമെന്ന് പറഞ്ഞാലും അവരിലൂടെ സംരക്ഷിക്കുന്നത് ആരാണ്? മറ്റൊരായത്ത് നിങ്ങൾ നോക്ക്, സൂറത്തുൻ നിസാഇന്റെ 8-ാമത്തെ ആയത്ത്. പാവപ്പെട്ടവരെ, അഗതികളെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ്, ഫർസുഖൂഹും മിൻഹു വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫാ. ഭക്ഷണം തരുന്നതാരാ? റാസിക്കാരാണ്. അല്ലാഹ് പറയാണ്, ഫർസുഖൂഹും, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം. ഫർസുഖൂഹും, ഞാൻ തന്നതിൽ നിന്ന് കൊടുക്കണമെന്നല്ല. ഫർസുഖൂഹും, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവൻ അല്ലല്ലേ? ഇതാണ് വമാ റമൈത ഇദ് റമൈത. അങ്ങ് എറിഞ്ഞിട്ടില്ല നബി, എറിഞ്ഞതാരാണ്? ഭക്ഷണം അവര് കൊടുത്താലും യഥാർത്ഥ റാസിക്കാരാണ്. അവരിലൂടെ നൽകുന്നതാരാണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ തന്നെയാണ്. അല്ലാഹ് പറയാം, നബിയെ അങ്ങ് പറഞ്ഞില്ലേ ഒരു സന്ദർഭം, അങ്ങ് പറഞ്ഞ സന്ദർഭം, അയാളോട് പറഞ്ഞ സന്ദർഭം. ആരാണത്? സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. സെയ്ദ് ഇബ്നു ഹാരിസയോട് അങ്ങ് പറഞ്ഞ സന്ദർഭം ഓർക്കുന്നില്ല നബിയെ? സൂറത്ത് അഹ്സാബിന്റെ 37-ാമത്തെ ആയത്താണ്. സെയ്ദ് ഇബ്നു ഹാരിസയോട് അങ്ങ് പറഞ്ഞത് ഓർക്കുന്നില്ലേ നബിയെ? അല്ലദീ അൻഅമല്ലാഹു അലൈഹി വ അൻഅംത അലൈഹി. ആ മനുഷ്യനെ അല്ലാഹ് അനുഗ്രഹിച്ചു, അങ്ങും അനുഗ്രഹിച്ചു. ആരൊക്കെ അനുഗ്രഹിച്ചു? അല്ലാഹുവും അനുഗ്രഹിച്ചു, മുത്ത് നബിയും. അല്ലെ? നബിയുടെ അനുഗ്രഹത്തിന് വേണ്ടി എന്ന് പറയും. അനുഗ്രഹക്കാരോട് മാത്രം. ഓ, അപ്പൊ ഈ ആയത്ത് നമ്മൾ എന്ത് ചെയ്യും? കൊണ്ടേ കളയോ? സൂറത്ത് അഹ്സാബിന്റെ 37-ാമത്തെ ആയത്താണ്. അല്ലദീന അൻഅമല്ലാഹു അലൈഹി, അല്ലാഹു അനുഗ്രഹിച്ചിട്ടുണ്ട് ആ മനുഷ്യനെ. വ അൻഅംത അലൈഹി, അങ്ങും അനുഗ്രഹിച്ചിട്ടുണ്ട് നബിയെ. ആ അനുഗ്രഹങ്ങളുടെ ഉടമ ആരാണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ. എന്റെ നബിയെ, എന്റെ ബദരീങ്ങളെ എന്ന് സ്നേഹത്തോടെ വിളിച്ചാൽ അവരിലൂടെ എന്നെ സഹായിക്കുന്നത് ആരാണ്? ആ ബോധ്യത്തിൽ അല്ലേ? ലയൻസിലന്ന ഈസാ, സ്വഹീഹായ ഹദീസ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഈസാ നബി ഇറങ്ങി വരും.
ദജ്ജാലിനെ കൊല്ലും, പന്നികളെ കൊല്ലും, ഇതൊക്കെ ചെയ്തിട്ട് ثم لئن قام على قبري, എന്റെ ഖബറിന്റെ അടുക്കൽ വരും. ഫഖാല യാ മുഹമ്മദൂ, മുഹമ്മദ് നബിയേ എന്നൊരു വിളി അങ്ങ് വിളിക്കുമ്പോ ല ഉജീബന്നഹു, തീർച്ചയായും ഞാൻ ഉത്തരം കൊടുക്കും. മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരുത്തരം കൊടുക്കും? ഞാൻ ഉത്തരം കൊടുക്കും. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ്. ഇനി ബിലാലുൽ മുസ്നി റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ പോയിട്ട് വിളിക്കുന്നത് എന്താ? യാ റസൂലല്ലാഹ്, നബിയായവരെ, ഉമ്മത്തിന് മഴയില്ല നബിയേ, മഴ ചോദിച്ചു വാങ്ങിത്തരണേ നബിയേ. നമ്മൾ വെറുതെ മൗലിദ് ചൊല്ലി പോയിട്ട് കാര്യമില്ല, നമ്മൾ കൊല്ലം ചൊല്ലുന്നുണ്ട്. എന്താണ് ചൊല്ലിയത്? നമ്മളോട് ഒരുത്തൻ വന്നിട്ട് നമ്മുടെ മനസ്സിൽ ഈമാൻ വസ്വാസാക്കുമ്പോ അങ്ങനെയല്ലടോ, ഇതിങ്ങനെയാണെന്ന് പറയാൻ നമുക്ക് പറ്റണ്ടേ? അല്ലാതെ നമ്മൾ ഒരേ ഇങ്ങനെ മൗലിദ് ചൊല്ലിപ്പോയിട്ട് എന്ത് കാര്യം? സംഗതി മനസ്സിലാകണ്ടേ, ഈമാൻ ഉറക്കണ്ടേ? അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോ എന്റെ ബദരീങ്ങളെ, ആ ബദരീങ്ങളെ എന്നുള്ള വിളി ശിർക്കല്ല, അത് തൗഹീദിന്റെ അങ്ങേയറ്റാണ്. അള്ളാനെയും റസൂലിനെയും സ്നേഹിക്കുന്ന സുഹാബുൽ ബദരീങ്ങളെ മഹബത്ത് വെക്കുന്നവർക്കല്ലാതെ വായയിൽ നിന്ന് ആ വിളി പുറത്തേക്ക് വരൂല. ചോദ്യം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അള്ളാഹ് നമ്മുടെ എവിടെയുണ്ട്? കണ്ഠനാടിയേക്കാൾ. പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ ഔലിയാക്കളോട് സഹായം ചോദിക്കേണ്ടത്? കണ്ഠനാടിയേക്കാൾ അടുത്ത് ആരുണ്ട്? ഈ പറഞ്ഞുകൊണ്ടിരിക്കാനാണ് ഇവന് പെട്ടെന്നൊരു വയറുവേദന വന്നത്, നേരെ ഓടുന്നത് ആസ്ത്രീ തന്നെ പോകണം, അവിടെയാണ് നല്ല ട്രീറ്റ്മെന്റ്. എന്തേ? കണ്ഠനാടിയേക്കാൾ അടുത്തുള്ള അള്ളാനേക്കാൾ വലുതാണോ ആസ്റ്ററിലിരിക്കുന്ന പുരുഷോത്തമൻ ഡോക്ടർ? ആണോ? ഈ ഭൗതികമായ കാര്യങ്ങൾക്ക് നമ്മൾക്ക് ഡോക്ടറത്തെ, അതെ, ഭൗതികമായ കാര്യങ്ങളൊന്നും അള്ളാനെ കൊണ്ട് മാറ്റാൻ പറ്റൂലേ? അള്ളാഹ് ആത്മീയമായതൊക്കെ എന്നോട് ചോദിച്ചോ, ഭൗതികമായതൊക്കെ നാട്ടുകാരോട് ചോദിച്ചോ? അങ്ങനെയാണോ ഇസ്ലാം? ഭൗതികവും അഭൗതികവും എല്ലാം എവിടെ നിന്ന് മാത്രം? അല്ലാഹുവിൽ നിന്ന് മാത്രം. ഡോക്ടർക്ക് സ്വന്തമായിട്ട് വല്ല കഴിവുണ്ടോ എന്റെ രോഗം മാറ്റാൻ? ഏത് ഡോക്ടർ ഇടപെട്ടാലും രോഗം മാറ്റുന്നവനാരാ? ഇനി ആത്മീയമായ വഴിയിലേക്ക് വരുമ്പോ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ടാലും രോഗം മാറ്റുന്നതാരാ? അല്ലാഹ്. ആ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആക്കിയാൽ മതി അല്ലെ? ഔലിയാക്കളുടെ അടുത്ത് പോകണെന്തിനാ ചോദിച്ചാൽ മതി, ഡോക്ടറെ അടുത്ത് പോകണെന്തിനാ? നിനക്ക് വീട്ടിലിരുന്നിട്ട് അള്ളാനോട് ചോദിച്ചാൽ പോരെ? അള്ളാഹ് കണ്ട നാടിയേക്കാൾ അടുത്തല്ലേ? ചെരുപ്പിന്റെ വാറ് പൊട്ടിയാലും അള്ളാനോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ്. അതൊക്കെ തൗഹീദിന്റെ അങ്ങേയറ്റമാണ് മക്കളെ. ചെരുപ്പിന്റെ വാറ് പൊട്ടിയാലും അള്ളാനോടാണ് എന്നിട്ട് ചോദിക്കണത്? ആണോ? ശരിക്കും ചെരുപ്പ് പോളിഷ് ചെയ്യാനും ഞാൻ ആരോടാ പറയേണ്ടത്? എന്റെ റബ്ബിനോടാണ്. എന്റെ പ്രിയപ്പെട്ടവൾ എനിക്ക് പോളിഷ് ചെയ്ത് തന്നാലും യഥാർത്ഥത്തിൽ അതെനിക്ക് ചെയ്തു തരുന്നവൻ ആരാണ്? എന്റെ റബ്ബാണ്. ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ അള്ളാഹ് ഹിദായത്തിന്റെ ബാബ് തുറന്നു തരണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ ബലാഉം ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാലമൈ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹ്.